മൈക്ക് എംപുരാനിലെ ഗോവർദ്ധൻ കൊടുക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീഫൻ നെടുവള്ളി ആരാണെന്നൊരു ക്ലൂ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ഗോവർദ്ധനിലൂടെയാണ്. ഈ ഒരു മൊമെന്റിൽ അതുപോലെ എന്തെങ്കിലും ഒരു ക്ലൂ, എന്തെങ്കിലും ഒരു ഹിന്റ് ഗോവർദ്ധനായിട്ട് സംസാരിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ? ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഏതായാലും ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞതുപോലെ ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ചോവി തന്നെ പറയുകയുണ്ടായി, പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മുണ്ടെടുക്കാൻ എന്ന ഡയലോഗ് പറയിപ്പിക്കാനാണ്. സോ ഇനി എംപുരാന് ശേഷം ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് ആകുമോ? യെസ്, ഓക്കേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത്. ഈ ഒരു സിനിമയുടെ മാത്രമല്ല, ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ചത് ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിൽ വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ പോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിൽ ഉണ്ടായ ഒരു വിശ്വാസവും ഇതിന് മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. വാം വെൽക്കം. ഇതിലേക്ക് ഈ ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു. അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് സോ മച്ച്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആന്റണി പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമാണോ എന്ന പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു.